വിജയമാണ് എപ്പോഴും എല്ലാവരുടെയും ഇഷ്ടമെങ്കിലും പലപ്പോഴും പരാജയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതയാത്രയിൽ വിജയം കാണുക എന്നത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ പല ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം ഫലം കായ്ക്കുവാൻ തുടങ്ങും. അത് ആത്മീക മേഖലകളിലാകട്ടെ, ഭൗതിക മേഖലകളിലാകട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതയാത്രയിലെല്ലാം നാം ഒരു അനുഗ്രഹമാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്കിലും പലപ്പോഴും നമുക്ക് തോന്നുന്നത് പോലെ എല്ലാം കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ട് പലയിടങ്ങളിലും നാം പരാജയം അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്ര ദൈവത്തോട് ചേർന്നുള്ളതാകണം. ദൈവശബ്ദം കേട്ടുകൊണ്ടാകണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും. വിട്ടുകളയാൻ ദൈവം പറയുന്നത് വിട്ടുകളയണം. ക്ഷമിക്കാൻ പറയുന്ന ഇടങ്ങളിൽ നാം ക്ഷമിക്കണം. പ്രതികരിക്കരുത് എന്ന് പറയുന്ന ഇടങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കുവാനും കഴിയേണ്ടത് ആവശ്യമാണ്. എപ്പോഴും എല്ലായിടത്തും പ്രതികരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു തന്നെ പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കുകയും പ്രതികരിക്കേണ്ടാത്ത ഇടങ്ങളിൽ മൗനമായിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയമാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവശബ്ദം കേട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും വിജയം നാം കാണുക തന്നെ ചെയ്യും. പ്രകാരം വിജയം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവിക വിജയങ്ങൾ ദൈവത്തോട് ചേർന്ന് നടന്ന ജനത്തിൽ, ദൈവത്തോട് ചേർന്ന് നടന്ന പ്രവാചകന്മാരിൽ എല്ലാം അവർ കണ്ടത് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങൾ കൂടി യുദ്ധത്തിന് പദ്ധതിയിട്ട് പാളയമിറങ്ങുമ്പോൾ ഗിദെയോൻ മിദ്യാന്യരെ നേരിടുവാൻ വേണ്ടി പുറപ്പെടുന്ന ഭാഗം ന്യായാധിപന്മാർ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വലിയ ജനം ഗിദെയോനു കൂടെയുണ്ട്. എന്നാൽ ദൈവം 2-ാമത്തെ വാക്യത്തിൽ ഗിദെയോനോട് പറയുന്ന ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഗിദെയോനോട് ദൈവം ഇപ്രകാരം അവിടെ പറയുകയാണ്: യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. മിദ്യാന്യരെ നേരിടുവാൻ ഒരു വലിയ ജനാവലിയുമായി പുറപ്പെടുമ്പോ ദൈവം പറയുക, മിദ്യാന്യരെ നിനക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. അതിന് കാരണം പറയുന്നതാണ് യഥാർത്ഥത്തിൽ എന്നെ ചിന്തിപ്പിച്ചത്. ഇത്രയും ജനവുമായി ചെന്ന് നീ യുദ്ധം ചെയ്ത് നീ ജയിച്ചാൽ അതിന്റെ മഹത്വം ദൈവത്തിന് വരികയില്ല, മറിച്ച് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് വമ്പു പറയുവാൻ തുടങ്ങും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുവാൻ പോകുന്നില്ല. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ആളുകളുടെ ശക്തി കൊണ്ടല്ല യുദ്ധത്തിൽ ജയം സംഭവിക്കുന്നത് എന്ന് ദൈവം ആ ജനത്തെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മെ കഴിവുള്ളവളാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതയാത്രയിൽ നാം കാണുക തന്നെ ചെയ്യും. നമ്മുടെ കഴിവിൽ അഭിമാനിച്ച് മുന്നേറുമ്പോൾ നേരിട്ട വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ ഇന്ന് നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്ര നാം മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ തീർച്ചയായും പ്രിയ ദൈവത്തിലെ ദൈവിക മഹത്വം നമ്മുടെ ജീവിത മേഖലകളിൽ നാം കാണുക തന്നെ ചെയ്യും. ദൈവം എപ്പോഴും നമ്മോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇമ്മാനുവേൽ എന്നാണ് ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മോട് ചേർന്ന് വസിക്കുവാൻ, നമ്മുടെ ജീവിതയാത്രയിൽ കരം പിടിച്ച് വഴി നടത്തുവാൻ ശക്തനായ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം വീണ്ടും അടുത്തു വരേണ്ടത് ആവശ്യമാണ്. ഇന്നു മുതൽ നമ്മുടെ കഴിവിലുപരി ദൈവത്തിൽ നാം ഒന്ന് ആശ്രയിക്കാൻ തയ്യാറാകണം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം താഴോട്ട് വായിക്കും നമുക്ക് കാണുവാൻ കഴിയും, യുദ്ധം ചെയ്യാനായി തന്നോട് കൂടെ വന്ന ജനത്തിൽ നിന്ന് വലിയൊരു ഭാഗത്തെ തിരിച്ച് പറഞ്ഞയക്കുകയും എന്നാൽ വെറും 300 പേരെ കൊണ്ട് ശത്രുവിന്റെ മേൽ ജയം കൊണ്ടാടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ദൈവശബ്ദം കേട്ട് അനുസരിക്കാൻ തയ്യാറാകുന്ന ചില വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം തയ്യാറാകുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് ദൈവശബ്ദത്തിന് മുമ്പാകെ അനുസരണയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മെക്കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് കഴിവില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ച് ഇരിക്കുന്നതിന് പകരം എന്റെ യേശു എന്നോട് കൂടെയുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് പറഞ്ഞ് ജീവിതയാത്രയിൽ
മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നാം അനേകർക്ക് ഒരു അനുഗ്രഹമാകുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എലീശായുടെ ബാല്യക്കാരൻ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അയ്യോ യജമാനനെ, നാം ഇനി എന്തു ചെയ്യും? അതായത് ഇനി ഒന്നും ചെയ്യാനില്ല, ഇതോടെ തീർന്നു, എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്നുള്ള ഹൃദയ ചിന്തയിൽ നിന്നാണ് ബാല്യക്കാരന്റെ ഈ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ എലീശ ദൈവത്തോട് പറയുക, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രിയ ദൈവത്തിലെ, ഇതാണ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴുള്ള വ്യത്യാസം. ഇതുവരെ നാം പ്രശ്നങ്ങളെ മാത്രം കണ്ട് ഭയപ്പെട്ടിരുന്നൊരവസ്ഥയാ. എന്നാൽ ഇന്നു മുതൽ ദൈവം ആഗ്രഹിക്കുന്നത്, അതേ നിങ്ങളുടെ മുമ്പാകെയുള്ള വിഷയങ്ങൾ വലിയത് തന്നെയാ, അത് ശരിയാ, എന്നാൽ അതിനേക്കാളും വലിയവനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം നമ്മെ ഓർത്ത് സന്തോഷിക്കുന്നത്. മറ്റാർക്കും ഇല്ലാത്ത സ്വർഗീയ പ്രൊവിഷനാണ് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവമക്കൾക്കുള്ളത് എന്ന് നാം മറന്നുപോകല്ല. പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ നിരാശ കൊണ്ടുവരുവാൻ, തകർത്തു കളയുവാൻ ശത്രുവായവൻ പല പദ്ധതികളും ഒരുക്കുമ്പോഴും അവിടെയെല്ലാം വിജയകരമായി വഴി നടത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഉപേക്ഷിക്കാത്ത, കരം പിടിച്ച് കൂടെയുള്ള ഈ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, നിങ്ങളെ മറന്നു കളയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ദൈവവചനത്തിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളിൽ കരം വെച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്ന് പറയുവാൻ തുടങ്ങണം. അതെ, ആ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. എന്റെ രോഗത്തിന് പരിഹാരമായി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ സൗഖ്യമായി വ്യാപരിക്കുമെന്ന് പ്രിയ ദൈവത്തിലെ നിങ്ങൾ പറയുവാൻ തുടങ്ങണം. അത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ! ജീവിക്കുന്ന ദൈവം, മറ്റാരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം, ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ ഒരു വിജയാളിയാക്കി ഈ ദൈവം മാറ്റുക തന്നെ ചെയ്യും. ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഭയപ്പെടുത്തുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരോട് വെളിപ്പെടട്ടെ. ഇവരുടെ രോഗാവസ്ഥയുടെ മേൽ യേശുവിന്റെ കരം തൊടുന്നതിനാൽ നന്ദി കരയറ്റുന്നു. ജീവിതയാത്രയിൽ ഇന്നു മുതൽ ഒരു വലിയ വ്യത്യാസം ഇവർ അനുഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ, നിരാശപ്പെടല്ല, യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ. തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.